വെൽക്കം ടു കോയ കോൾ. മയിലാണ് കോയ കോളിങ്. ഒന്ന് പോണ മയില അവിടെ. ഹലോ ഹലോ. ഹലോ യെസ്. ആരിഫ്. അതെ അതെ. ആരാണ്? ആ, ഞാൻ കുറേ ആയിരുന്നു ട്രൈ ചെയ്യുന്നത്. ആരാണ്? എൻ്റെ പേര് സുമി എന്നാ. സുമി 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 मेरे दिल में സുമി സുമി ക്യാ ക്യാ ക്യാ. സുമി എവിടെ നിന്ന് വിളിക്കുന്നു? കോഴിക്കോട് നിന്നാ. കോഴിക്കോട്. വിശ്വാസി. ഇപ്പം വിശ്വാസിയാണ്. ഇസ്ലാം മത വിശ്വാസിയാണോ? ആ, എന്താ ഞാൻ പറയാന്ന് എനിക്ക് അറിയില്ല. ആ അയ്യോടാ, പാപമാണ് സുമി. സുമിക്കൊന്നും അറിയില്ല. പാപം ഒരു പെൺകുട്ടി സുമി. കോയാക്കോളിങ് ഉഡായിപ്പ്. കോയാക്കോളിങ് ഉഡായിപ്പാണോ എന്ന് ചോദിച്ചാൽ പക്ക ഉഡായിപ്പാണ്. വിളിക്കുന്നത് പകുതി മുക്കാലും സംഖ്യകളാണ് എന്നാണ് പലവരും പറയുന്നത്. ഇനി അഥവാ ഒരു പെണ്ണ് വിളിച്ചുകൊണ്ടെന്താ പറയുന്നത്? ഞാൻ വിശ്വാസിയാണോ? ആരിഫ് ഹുസൈൻ ചോദിക്കുന്നു. പെണ്ണ് പറയുന്നു, ഞാൻ വിശ്വാസി ആയിരുന്നു, വിശ്വാസി ആണ്, കോഴിക്കോട്ടിൽ നിന്നാണ്, കൊച്ചിയിൽ നിന്നാണ്, കൊയിലാണ്ടിയിൽ നിന്നാണ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം അതൊന്നല്ല. ഈ സ്വതന്ത്ര ഇന്ത്യക്കന്മാർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ കൂടെയാണ് ഇവരുടെ തരികട കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. അതായത് സംഖ്യകളിൽ എത്ര കിട്ടി, അവിടെ എത്ര കൊടുത്തു, ഇത്ര കിട്ടിയോ കിട്ടിയില്ലയോ എന്നൊക്കെ ഉടായ്പ പരിപാടികളെല്ലാം ആ ഗ്രൂപ്പ് കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കുറച്ച് വോയിസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഒരു വോയിസ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോയ കോളിങ് ഏത് വിധത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ള വോയിസ് ഓരോരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ വോയിസ് കേൾക്കാം. നമുക്കേ ഒരു പ്രത്യേക അറിയിപ്പിന് വേണ്ടിയാണത്. നമ്മൾ വ്യാഴാഴ്ച ഷൂട്ടിംഗ് വെച്ചിരുന്നു. അപ്പോൾ ആ ഷൂട്ടിംഗ് ഒന്ന് മാറ്റേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം ഈ ടൂറ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഒന്ന് മാറ്റേണ്ടി വരിക. കാരണം വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു അസൗകര്യങ്ങളുണ്ട് വരാൻ. അപ്പോൾ അതുമാത്രമല്ല, വേറൊരു പുതിയൊരു സംഗതി വന്ന് പെട്ടിട്ടുണ്ട്. ഒരു പെണ്ണുണ്ട്, ഒരു മുസ്ലിം പെൺകുട്ടിയാണോ ഒത്തിരി മുതിർന്നതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഈ പെണ്ണ് ഇതിന് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വാസിയാണ്. അത് ഹിജാബ് ധരിച്ച്, അതായത് തലയിൽ തട്ടം റോൾ ചെയ്തിട്ടേ പങ്കെടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് വിശ്വാസിയാണ്. എനിക്ക് 3000 രൂപയും പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് അത് കോഴിക്കോട് ജില്ല എണ്ണം അത് വലിയ തുക വരില്ല ട്രാൻസ്പോർട്ടേഷന്. 3000 രൂപ വേണം, പ്ലസ് അവിടുത്തെ ചിലവും വേണം. അന്നത്തെ ചോറും ചായയൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് ഭയങ്കര സ്മാർട്ടാണ്, ഇതുപോലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ ഇത് മുമ്പ് ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മധു നമ്പർ തന്നിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന സംഗതി അതെങ്ങനെ അത് നടത്താവുന്നൊരു കേസാണെന്ന് എനിക്ക് തോന്നല്. അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ച്, റിസ്ക് അല്ലേ മറ്റതല്ലേ മറിച്ചതല്ലേ, നിങ്ങൾ വിശ്വാസിയല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു വിമർശന പരിപാടിയിൽ പങ്കെടുക്കുക അതെൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യും എന്നാണ് പറയണത്. പക്ഷേ ഇത് ഹിജാബ് ഇടും. അപ്പോൾ ഹിജാബ് എന്ത് മണ്ണാൻ കെട്ടിയിട്ടാലും നമുക്ക് വിഷയമൊന്നുമല്ല. അതിന് നമുക്ക് ഇത്തിരി കൂടെ അവർക്ക് എരി കൂടാന്നല്ല അതാണ്. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്കതൊരു ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഏതായാലും. അപ്പോൾ നിങ്ങളുടെയും കൂടെ അഭിപ്രായം പറയണം. ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്താൽ പോരല്ലോ. അപ്പോൾ ഇനിയൊരു 7 സ്ക്രിപ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്ത് ഉൾപ്പെടെ 7 സ്ക്രിപ്റ്റ് നമ്മുടെ ബാലൻസ് ഉണ്ട് ഇനി ചെയ്യാൻ. അതായത് അന്ന് നമ്മൾ 7 എണ്ണം ചെയ്ത് ഇപ്പോൾ 14 എണ്ണം ആയപ്പോൾ 7 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ഈ 7 എണ്ണം ഇനി അടുത്ത ഷൂട്ടിങ്ങിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിന് അതിനെന്തോ ഒരു ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസം ലീവായിരുന്നു. അപ്പോൾ ഇനി വ്യാഴാഴ്ചയും ലീവ് എടുക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞ്, പിന്നെ നമ്മുടെ പ്രവീണിനും കുറച്ച് തടസ്സമുണ്ടെന്ന് പറഞ്ഞ് വരാൻ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേണ്ടേ നമ്മളെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു വിഷയമാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ദിയനെ ഇനി രണ്ടാമത് പെട്ടെന്ന് വിളിച്ചാൽ ശരിയാവില്ല. കാരണം എക്സ്പെൻസ് കൂടുന്നുണ്ട് കാരണം ദിയയുടെ അത്രയും ദൂരെ നിന്നുള്ള യാത്ര. ഇനിയിപ്പോൾ കോഴിക്കോടേക്ക് യാത്ര ചെയ്യുമ്പോൾ വീണ്ടും എക്സ്പെൻസ് കൂടും. അപ്പോൾ നമുക്കത് മുതലിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ
നമുക്ക് അത് കുറക്കാം. ഇപ്പം ഈ പെണ്ണിന് 3000 കൊടുത്താലും 3000 പ്ലസ് ഇപ്പോൾ മറ്റേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു 10-200 രൂപയെ അത് വരുള്ളൂ. ഇനി കൂടി വന്നാൽ 500 രൂപ എക്സ്ട്രാ കൊടുത്താലും 3500 വരുള്ളൂ. ദിയ ആകുമ്പോൾ അതുമ്മലൊന്നും ഒതുങ്ങൂല. നമുക്ക് 5 മാറും 6000 അതിന് ചിലപ്പോൾ അതിൻ്റെ മേലേക്കൊക്കെ പോകും കോഴിക്കോട്ടേക്ക് വരുമ്പോൾ. അപ്പം അത് ഒഴിവാക്കുക. അപ്പം ഇതാവുമ്പോൾ ഇങ്ങനെ ഒരു ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പുള്ളി പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചെയ്യണതാണ്. പുള്ളി യുക്തിവാദിയല്ല, വിശ്വാസിയാണെന്ന് എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ ഇതിന് വന്നു കഴിഞ്ഞാൽ അത് വിശ്വാസി യുക്തി ആയിക്കോളും, അത് വേറൊരു വിഷയം. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് അത് വിജാബിട്ട് മുളകരച്ച് കൊടുക്കുന്നതാണ് ഇത്തിരി കൂടെ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ മൂപ്പർക്ക് ക്യാമറ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് വലിയ പണിയും കുറവാണ് എന്നും. അപ്പോൾ ഇത് എൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുള്ള ഒരാൾ മധുവിനോട് പറഞ്ഞ് വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി രഹന വരികയാണെങ്കിൽ രഹനെ കൂട്ടാം. രഹന ഇപ്പോൾ ഇത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്. 2 ഷൂട്ടിങ് കഴിഞ്ഞോടുകൂടി. അപ്പോൾ രഹന വരികയാണെങ്കിൽ രഹനെ കൂട്ടാം. ഈ പെണ്ണിനെയും വെക്കാം. ദിയ നമ്മൾ വടക്കോട്ട് പോകും തോറും എക്സ്പെൻസ് കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ദിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് മുതലിക്കാത്ത അവസ്ഥ വരും. ഇത് പിന്നെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് വില പേശി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയാം. ഓക്കെ.